അക്ഷരങ്ങളെ പ്രത്യേക രീതിയിൽ വരയ്ക്കുന്ന കാലിഗ്രാഫി മേഖലയിൽ 1000 ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കരിവള്ളൂർ കൊഴുമ്മലിലെ വി തങ്കരാജ്. ഈ വരയെഴുത്തു മേഖലയിൽ തങ്കരാജ് ഇതിനകം സ്വന്തം ഇരിപ്പിടം കണ്ടെത്തിക്കഴിഞ്ഞു. ചിത്രകലയിൽ അത്ര പരിചിതമല്ലാത്ത മേഖലയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് കരിവള്ളൂർ കൊഴുമ്മലിലെ വി തങ്കരാജൻ. അക്ഷരങ്ങളെ പ്രത്യേക രീതിയിൽ വരയ്ക്കുന്ന കാലിഗ്രാഫി മേഖലയിലാണ് തങ്കരാജിന് താൽപ്പര്യം. 1000 കാലിഗ്രാഫി ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പൂർത്തിയാക്കിയത്. ഓരോ ചിത്രങ്ങൾക്കും എത്രയോ കഥകൾ നമ്മളോട് പറയുവാനുണ്ടാകും. അക്ഷരങ്ങളും ആശയങ്ങളും വർണ്ണങ്ങളും ചിത്രങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നതാണ് കാലിഗ്രാഫി. കേരളത്തിൽ ഇത് അത്ര സുപരിചിതമായ ഒന്നല്ല. 5 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നടന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ക്യാമ്പിലാണ് തങ്കരാജിന് കാലിഗ്രാഫിയെക്കുറിച്ച് പരിചയപ്പെടാൻ അവസരം ലഭിച്ചത്. പ്രശസ്ത കാലിഗ്രാഫർ നാരായണ ഭട്ടതിരിയെ പരിചയപ്പെട്ടതും മുതൽക്കൂട്ടായി. പ്രത്യേകതരം മഷിയും പേനയും ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. കാലിഗ്രാഫി അക്ഷരങ്ങൾ മാത്രമല്ല, അപ്പോൾ അതിലൊരു ആശയമുണ്ട്, ഒരു ചിത്രമുണ്ട്, ഒരു ആശയം, ചിത്രം, ഒരു കോമ്പോസിഷൻ. അത് അക്ഷരങ്ങളെ കൊണ്ടൊരു കോമ്പോസിഷൻ ഉണ്ടാക്കിയാൽ ചെയ്യും. അപ്പോൾ അത് കറുപ്പിലായാലും വെളുപ്പിലായാലും നിറത്തിലായാലും എല്ലാം നല്ല സുന്ദരമായ അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ കോമ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വർക്കുകൾ ഇപ്പോൾ 3 വർഷമായിട്ട് എറണാകുളത്ത് നടക്കുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ നാരായണ ഭട്ടതിരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ 3 വർഷമായിട്ട് എൻ്റെ വർക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൗത്ത് കൊറിയയിലെ ജിഗ്ജി ഫെസ്റ്റിൽ കാലിഗ്രാഫി ഫെസ്റ്റുമുണ്ട്. അവിടെയും എനിക്കൊന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അവിടെയും എൻ്റെ 2024 ജിഗ്ജി ഫെസ്റ്റിൽ എൻ്റെ വർക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലതും ഓൺലൈനിൽ കൂടിയാണ് വാങ്ങുന്നത്. 2024 സൗത്ത് കൊറിയയിൽ നടന്ന ജിഗ്ജി കാലിഗ്രാഫി ഫെസ്റ്റിവലിൽ തങ്കരാജിൻ്റെ 2 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. നാരായണൻ ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ 3 വർഷമായി നടത്തിവരുന്ന ഇന്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിൽ തങ്കരാജിൻ്റെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കേരളപ്പിറവി ദിനം മുതൽ മലയാളത്തിലെ 51 അക്ഷരങ്ങൾ കാലിഗ്രാഫിയിലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കാലിഗ്രാഫിയെ ജനകീയമാക്കുക എന്നതാണ് തങ്കരാജിൻ്റെ ലക്ഷ്യം. ചിത്രകാരൻ എന്ന നിലയിലും തങ്കരാജിനെ തേടി നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഗാന്ധി ദർശൻ വേദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിച്ച 201 മീറ്റർ ക്യാൻവാസിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം വരയ്ക്കുന്ന പരിപാടിയിൽ തങ്കരാജും പങ്കെടുത്തിരുന്നു. നിരവധി പുസ്തകങ്ങൾക്ക് ഇദ്ദേഹം ചിത്രീകരണം നടത്തിയിട്ടുമുണ്ട്. വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് തങ്കരാജൻ. VP സീനയാണ് ഭാര്യ. അനന്യ, ആലാപ് എന്നിവരാണ് മക്കൾ. മറ്റുള്ളവർ നടന്നു തീർത്ത വഴികളിലൂടെയല്ല, പുതിയ വഴിയിൽ കൂടി വേണം ഒരു കലാകാരൻ സഞ്ചരിക്കേണ്ടതെന്ന് തങ്കരാജിൻ്റെ കലാജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.